ഹലോ മക്കളെ, ഇന്ന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇഫ് ആൻ എമൗണ്ട് ഓഫ് 86,400 ഈസ് ഇൻവെസ്റ്റഡ് അറ്റ് 8% പെർ ആനം കോമ്പൗണ്ട് ക്വാർട്ടർലി, ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു അക്യുമുലേറ്റ് RS 2,06,560. ഇവിടെ തന്നിരിക്കുന്നത് നമുക്ക് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ, ഫസ്റ്റ് തന്നിരിക്കുന്ന വാല്യൂ 86,400 എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. അപ്പോൾ P ഈസ് ഈക്വൽ ടു ആ ഒരു വാല്യൂ കൊടുക്കുക. ഇനി പറഞ്ഞിരിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാ? 8% പെർ ആനം അല്ലേ. അപ്പോൾ 8%, അതായത് 8/100 0.08 അല്ലേ. ഇനി കോമ്പൗണ്ടഡ് ക്വാഡ്രിലാറ്ററലി എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ എത്രയാ? ക്വാഡ്രിലാറ്ററലാണെങ്കിൽ 4 അല്ലേ. പിന്നെ പറഞ്ഞിരിക്കുന്ന T തന്നിട്ടില്ല, T ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് എമൗണ്ട് ആണ്. എമൗണ്ട് എത്രയാണ് തന്നിരിക്കുന്നത്? 2,06,500.60 അല്ലേ. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A ഈസ് ഈക്വൽ ടു 1P ഇൻറ്റു 1 പ്ലസ് R/K പവർ KT അല്ലേ. ഓരോന്നിൻ്റെ വാല്യൂ കൊടുക്കുക. എയുടെ വാല്യൂ കൊടുക്കുക. എയുടെ വാല്യൂ എന്താ? 2,06,500.60 കൊടുത്തു. ഈസ് ഈക്വൽ ടു പിയുടെ വാല്യൂ എന്താ? 86,400 ഇൻറ്റു 1 പ്ലസ് 8% ബൈ 4 പവർ KT. KTയുടെ വാല്യൂ എന്ന് പറയുന്നത് 40. ഇനി എന്ത് ചെയ്യുക? ഈ പിയുടെ വാല്യൂ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. 2,60,500.60 ബൈ 86,400 ഈക്വൽ ടു 1 പ്ലസ് 4/8/4 2% കൊടുത്തു. KTൻ്റെ 40യുടെ വാല്യൂ അതുപോലെ കൊടുത്തു. ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 2.390053 സംതിങ് ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് ആ 53 വരെ മതി. ഓക്കെ, ഈക്വൽ ടു 1 പ്ലസ് 2% പവർ KT. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ 2 മെത്തേഡിൽ ചെയ്യുക. 2 മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? നമ്മളുടെ ടേബിൾ ഇരിക്കുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് ടേബിൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കയ്യിൽ കൊണ്ടുപോകുക എന്നുള്ളത്. ആ പ്രിൻ്റ് ടേബിൾ എടുക്കുക. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് 2% അല്ലേ. 2% എടുക്കുക. 2%ന് താഴെ ഈ ഒരു വാല്യൂ വരുന്നത് നോക്കുക. 2.390053 വരുന്ന വാല്യൂ നോക്കുക. അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു വാല്യൂ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ താഴോട്ട് പോയപ്പോൾ കറക്റ്റ് ആ ഒരു വാല്യൂ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വാല്യൂ നോക്കിയേ, കറക്റ്റ് ആ ഒരു വാല്യൂ തന്നെ അല്ലേ. കറക്റ്റ് ആ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് വാല്യൂ കിട്ടി. അപ്പോൾ ഇനി എന്താണ് കറസ്പോണ്ടിങ് എന്നിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം അല്ലേ. കറസ്പോണ്ടിങ് എന്നിൻ്റെ വാല്യൂ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് പേപ്പർ ആകുമ്പോൾ എളുപ്പമായിട്ട് നോക്കാം കേട്ടോ. എനിക്ക് ഫോണിലായതുകൊണ്ടാണ്, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. കറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് 44 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ N എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? 40 അല്ലേ. എന്നിന് പകരം ഇവിടെ എന്താ? 40. അപ്പോൾ 40 ഈക്വൽ ടു 44. അപ്പോൾ T ഈക്വൽ ടു എന്ത് വരും? 44/4 ഈക്വൽ ടു 11 കിട്ടി. അപ്പോൾ 11 ഇയേഴ്സ് കഴിഞ്ഞാലാണ് 86,400 എന്നുള്ളത് 8% പെർ ആനം നമ്മൾ ക്വാർട്ടർലിയറിലായിട്ട് കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് എന്തായി മാറുന്നത്? 2,06,500.60 ആയി മാറുന്നത്. ഓക്കെ, ഇനി ഞാൻ വേറൊരു മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു മെത്തേഡ് ഇതേപോലെ തന്നെ, ഇതിനൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടെന്ന് പറയാം. അതായത് ലോഗ് യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ നോക്കാം. ഈ ഒരു സ്റ്റെപ്പ് വരെ നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വരെ നേരത്തെ ചെയ്താണ്. ഇനി ഇവിടെ ചേഞ്ച് ആക്കുന്നത് നമ്മൾ ആ ഒരു വാല്യൂ എന്താണ്? 2.390053 പ്ലസ് 2%ന് നമുക്ക് എന്ത് കൊടുക്കാം? 1 പ്ലസ് 0.2%ന് 2/100 കൊടുക്കാം അല്ലേ. 2/100 ആയി കൊടുത്തു. ഈ 2/100നെ നമുക്ക് എങ്ങനെ കൊടുക്കാം? 1 പ്ലസ് 0.2, അതായത് 2/100 എന്ന് പറയുന്നത് 0.2 ആണ്. 1 പ്ലസ് 0.2 എന്ന് പറഞ്ഞാൽ 1.02 അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2 സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുക. അതായത് LHSലും RHSലും ലോഗരിതം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് നമുക്കറിയാം പവേഴ്സിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ലോഗ് ഇതാണ് യൂസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ എന്ത് വരും? ലോഗ് 2.390053 ഈസ് ഈക്വൽ ടു ലോഗ് 1.02 പവർ 40 എന്ന് വരും. ഇനി നമ്മൾക്ക് അറിയുന്നൊരു കാര്യമാണ് ലോഗ് M പവർ N എന്താണ്? ലോഗ് M പവർ N എന്ന് പറഞ്ഞാൽ N ലോഗ് M അല്ലേ. ആ ഒരു ഇത് യൂസ് ചെയ്തിട്ട് RHSനെ നമുക്ക് മാറ്റി കൊടുക്കാം. RHS അപ്പം എങ്ങനെ വരും? പവർ Nൻ്റെ സ്ഥാനത്ത് എന്താ? 40 അല്ലേ. അപ്പോൾ 40 ലോഗ് 1.02. ഇനി നിങ്ങൾക്ക് ലോഗരിതം ടേബിൾ നോക്കിയിട്ട് ഈ ലോഗ് 2.39ൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ലോഗ് 2.4 എടുത്താലും ഏകദേശം ഈ ഒരു വാല്യൂ ഒക്കെ തന്നെയാണ് കിട്ടുക കേട്ടോ.
അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് കാൽക്കുലേറ്റർ ഉണ്ടായതുകൊണ്ട് ഞാൻ അതിൽ കറക്റ്റ് നോക്കുകയാണ്. എൻ്റെ അടുത്ത് ലോഗരിതം ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല. സോ കാൽക്കുലേറ്ററിൽ ഞാൻ അതിൻ്റെ വാല്യൂ നോക്കിയ സമയത്ത് കിട്ടിയത് 0.3784, 0 സംതിങ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര എഴുതി കൊടുക്കുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യുക, ലോഗ് 1.02 വാല്യൂവും കൂടെ നോക്കണം നമുക്ക്, അല്ലേ? അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ലോഗരിതം ടേബിളിൽ തന്നെ നോക്കാം കേട്ടോ. ലോഗരിതം ടേബിൾ എന്തായാലും നിങ്ങൾ സ്റ്റാറ്റിക്ക് വേണ്ടിയിട്ട് കയ്യിലുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിൽ നോക്കാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലോഗ് 1.02 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0.0086 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു വാല്യൂ ഞാൻ എഴുതി കൊടുത്തു, ഈക്വൽ ടു 40 അതുപോലെ തന്നെ അവിടെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മൾ ലോഗ് 1.02ൻ്റെ വാല്യൂ കൊടുക്കുന്നത് 0.0086 സംതിങ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, പിന്നെ സംതിങ് പോകുന്നുണ്ട്, നമുക്ക് ഇത്ര മതി. ഇനി ആ ടീനെ അവിടെ വെച്ചിട്ട് ആ ഒരു വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരണം, അല്ലേ? ഓൾറെഡി നമ്മളെടുത്തുള്ള 0.3784 ഉണ്ട്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, 4 × 0.086 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0.0344 സംതിങ് ആയിട്ട് അങ്ങനെ കിട്ടും. ഓക്കെ, പിന്നെ 00 സംതിങ് ആണ്. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെടുത്ത് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വാല്യൂ 2.4 എടുത്താലും 2.9 എടുത്താലൊക്കെ നമുക്ക് അപ്രോക്സിമേറ്റ് എടുത്താലും ഈ 11 തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോഴും നോക്കി കറക്റ്റ് 11 നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ T = 11. അപ്പോൾ ഏത് മെത്തേഡ് ചെയ്താലും നിങ്ങൾക്ക് വാല്യൂ കറക്റ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് മെത്തേഡ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, രണ്ട് സൈഡിൽ ലോഗരിതം യൂസ് ചെയ്തിട്ട് ലോഗരിതം ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്, അല്ലേ? ലോഗരിതം ടേബിൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു സെക്ഷനിൽ മാത്രം എന്ത് ചെയ്തു, ലോഗിൻ്റെ ആ ഒരു റൂൾ യൂസ് ചെയ്തു. എന്നിട്ട് ലോഗരിതം ടേബിൾ യൂസ് ചെയ്തു. മറ്റിടത്ത് നമ്മൾ എന്താ ചെയ്തത്, നമ്മളെ എമൗണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ടേബിൾ യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്